23ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 23ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കായംകുളത്ത് തുടക്കമായി. ഫെബ്രുവരി 3 വരെ കായംകുളം കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 23ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കായംകുളം ടെക്നിക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. കൃത്യമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മികച്ച കായിക താരങ്ങളായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷനാണ് ഇത്തവണ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുത്ത് ഇവിടെ നടത്തുന്നത്. കൃത്യമായി കാര്യങ്ങൾ ഏകീകരിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായി രജിസ്ട്രേഷൻ നടപടികളും അനുബന്ധ നടപടികളും പൂർത്തീകരിച്ച് ബാബുക്കുട്ടൻ സാർ, കായംകുളം DYSP ആണ്, അദ്ദേഹമാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് കായംകുളത്തെയും പരിസര പ്രദേശങ്ങളെയും എല്ലാ കായിക പ്രേമികളെയും ഹാർദവമായി ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവർക്കും നന്ദി. 23ാമത് സംസ്ഥാന സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് കായംകുളം കൃഷ്ണപുരം JTS ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സരങ്ങൾ ഇനാഗുറേഷൻ ചെയ്യപ്പെട്ടു. ബാബുക്കുട്ടൻ സാർ DYSP ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കായംകുളത്തെ മുഴുവൻ, ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ കായിക പ്രേമികളെയും ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ മത്സരങ്ങൾ കാണുന്നതിനായിട്ട്. ബേസ്ബോൾ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അസിം നാസറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കായംകുളം DYSP N ബാബുക്കുട്ടൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് പോപ്പുലറാകും. ഒരുപാട് കുട്ടികൾ ഈ കായിക മത്സരങ്ങളിലേക്ക് വരട്ടെ. ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ ഹക്കീം സാറിനെയാണ്. കായംകുളത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, ഞങ്ങളുടെയൊക്കെ ഒരു അധ്യാപകനായിരുന്നു. ഹക്കീം സാറ് വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ്. കായംകുളം MSM കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. സാറിന് അടിയന്തരമായിട്ട് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് സാറ് വരാതിരുന്നത്. അപ്പം നിങ്ങളാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും ഒക്കെ ഈ കായിക മത്സരത്തിലൂടെ ഇതിനെ പോപ്പുലറൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതൊരു അടുത്ത വർഷമെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ, ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും ജില്ലകളിലായിരിക്കും നടത്തുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് നിറച്ച് കുട്ടികളാണ്. മത്സരങ്ങളുടെ അംഗബലം കൂടണം. ഇത് നല്ല ഒരു കായിക വിനോദമായി കണ്ട് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുവാൻ സംഘടനയ്ക്ക് കഴിയട്ടെ. ഇത് ഇന്നു മുതൽ ഏകദേശം 3-ാം തീയതി വരെ 4 ദിവസങ്ങളിൽ നടക്കുന്ന ഈ പരിപാടി നല്ല രീതിയിൽ നടക്കാനും അതിൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആ കായിക മത്സരങ്ങൾ ഓരോന്നും നല്ല ഒരു മെസ്സേജുകൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ നല്ല ആരോഗ്യപരമായ കുട്ടികളായി സമൂഹത്തിന് നന്മ നൽകുവാൻ വേണ്ടി മാറുവാൻ സർവേശ്വരൻ തുണയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അൻസാരി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ആനന്ദ്ലാൽ, സിനിൽ സബാദ്, ടോം ജേക്കബ്, യു ഷൈജു, ഹരിത ബാബു, ഡോക്ടർ ജോസ്, അബു ജനത, നവാസ് ഇസ്മയിൽ, മാജിദ് ഹുസൈൻ, അമീൻ, ബിജു മാധവൻ, കൃഷ്ണ, അനു, സജു മറിയം, പ്രേം നിവാസ്, രാജേഷ്, ശ്യാം ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഫൈനൽ മത്സരങ്ങൾ 3-നാണ് നടക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിലെ വിജയികളാകുന്ന മികച്ച താരങ്ങളാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.